കർണാടകയിലെ മണ്ഡിയിൽ വീണ്ടും ഗണേശ വിഗ്രഹ ഘോഷയാത്ര ഇന്ന് നടക്കുകയുണ്ടായി. ഹൈന്ദവ സംഘടനകളാണ് ഈ ഗണേശ വിഗ്രഹ ഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നത്. മുൻപ് നടത്തിയ ഘോഷയാത്ര നമ്മൾ കണ്ടതാണ്. കാരണം ഈ ഘോഷയാത്രയ്ക്ക് നേരെ ജിഹാദികളെന്ന് കല്ലെറിഞ്ഞിരുന്നു. മദൂറിൽ നടന്ന നിമഞ്ജന ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിഞ്ഞത് മുസ്ലിം പള്ളിയിൽ നിന്ന് എന്നതും ശ്രദ്ധേയം. എന്തായാലും അക്രമികളെ സംരക്ഷിക്കുന്ന പോലീസ് നടപടിയിൽ ഹൈന്ദവ സംഘടനകളൊക്കെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. നന്ദൻ, കഴിഞ്ഞ 7-ാം തീയതി രാത്രിയിലാണ് ഈ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ഈ മാണ്ഡ്യയിലെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്ര സംഘടിപ്പിച്ചത്. അതേസമയം തന്നെ റാം റഹീം നഗർ കടന്നപ്പോൾ തന്നെ ഈ അവിടെയുള്ള മുസ്ലിം പള്ളിക്ക് ഉള്ളിൽ നിന്നും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ജിഹാദികൾ ഈ ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിയുകയായിരുന്നു. ഘോഷയാത്രയിൽ പങ്കെടുത്ത സ്ത്രീകളടക്കമുള്ള നിരവധി പേർക്ക് പരിക്കേറ്റു. അതേസമയം പോലീസ് ചുമത്തിയത് നിസാര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാത്രമല്ല യഥാർത്ഥ അക്രമികളെ പിടികൂടുവാൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഈ മേഖലകളിൽ നടത്തി. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ അടക്കം പോലീസ് തല്ലിച്ചതയ്ക്കുകയായിരുന്നു. അക്രമികളെ പിടികൂടാതെ പോലീസ് ഈ പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന അവസ്ഥയാണ് കർണാടകയിൽ കാണുന്നത് എന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയത് ഈ മസ്ജിദിന് മുന്നിൽ കൂടി ഹൈന്ദവർക്ക് ഹിന്ദുക്കൾക്ക് അവിടെ അതിലൂടെ പ്രദക്ഷിണം വെക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് കർണാടകയിൽ എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കുന്ന നയമാണ് കർണാടക കോൺഗ്രസ് വെച്ച് പുലർത്തുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നിരവധിയുണ്ടായി. കഴിഞ്ഞ വർഷവും ഈ മാണ്ഡ്യയിൽ സമാനമായ രീതിയിൽ ഗണേശ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. ഇത്തരത്തിൽ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഹൈന്ദവ ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യത്തിലാണ് കർണാടകയിലെ ഹൈന്ദവ സംഘടനകൾ തെരുവിലിറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ശരി.